ഇപ്പോൾ ചലച്ചിത്ര പ്രവർത്തകർ തങ്ങളുടെ മക്കളെ ഇതേ രംഗത്ത് ഇൻവോൾവ് ചെയ്യാനുള്ള അധികം താല്പര്യം കാണിക്കാറില്ല. പക്ഷെ സീമ ചേച്ചിയുടെ മകൾ അനുവിനെ ഒരു സിനിമയിൽ അഭിനയിപ്പിച്ചു. അല്ല, എനിക്ക് അങ്ങനെ പറയാക്കില്ല. ബിക്കോസ് എൻ്റെ ചോറ് എന്നുള്ളത് സിനിമയാണ്. എൻ്റെ മക്കളെ പഠിപ്പിച്ചതും ഇന്ന് ജീവിക്കുന്ന എല്ലാ സിനിമയാണ്. അതിനെനിക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ ഈ 10th പഠിക്കുമ്പോൾ മോക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അഭിനയിക്കണം എന്നുള്ളത്. അവളിങ്ങനെ വളർന്നു തന്നെ ഇങ്ങനെ അഭിനയിക്കണം എന്ന് പറഞ്ഞിട്ടാണ് വെച്ചാൽ, ബിക്കോസ് ഞാൻ പോകുന്ന സ്ഥലങ്ങളൊക്കെ മോള് വരും. അപ്പൊ അങ്ങനെ അവർക്ക് ഒരു വലിയ 10th ആയപ്പം എനിക്ക് തോന്നുന്നു RP ചൗധരിയാ അവര് ഓഫീസിൽ നിന്ന് എന്തോ വന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു പറ്റൂല എന്ന് പറഞ്ഞു. അപ്പൊ ഇവക്ക് ദേഷ്യം പിടിച്ചു. അന്ന് പറഞ്ഞു, അമ്മ എന്താ എന്നേക്ക് വരുന്നതൊക്കെ അമ്മ ഇതെന്തിനാ ഇതാക്കുന്നത്. ഞാൻ പറഞ്ഞു, ഇല്ല മോളെ, എനിക്ക് 12th പഠിച്ചേ പറ്റൂ. 12ാം ക്ലാസ്സിൽ കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ഏത് വയസ്സായാലും പഠിക്കാൻ പറ്റും. അതൊരു ബേസ് ആണ്. അതിന് നീ സ്ട്രിക്റ്റ് ആയിട്ടിരുന്നാലേ എനിക്ക് നിനക്ക് അഭിനയിക്കാൻ ഒക്കുള്ളൂ എന്ന് പറഞ്ഞു അമ്മ. അപ്പൊ അങ്ങനെ 10th പഠിക്കുമ്പം അവള് ഭയങ്കര ഒരു മൂഡ് ഔട്ട് ആയിരുന്നു. വെച്ചാൽ എല്ലാം എന്നെക്കാളും ജോലിസൊക്കെ പോയി നോക്കും, ഞാൻ ഹീറോയിനായിട്ട് വരുമോ എന്നൊക്കെ. അപ്പൊ അവര് പറയും, നമ്മളെ അതിന്റെ ഇതില്ലല്ലോ. പക്ഷെ ഭയങ്കര മോളെ എന്താ വെച്ചാൽ മോളെ അങ്ങനെ വിഷമിപ്പിക്കാനൊന്നും എനിക്ക് ഒക്കൂല. ബിക്കോസ് എനിക്ക് ഭയങ്കര ജീവനല്ലേ. അപ്പം മോള് 10th കഴിഞ്ഞപ്പോൾ 11th ആയപ്പം അവക്ക് ഇങ്ങനെ സ്റ്റഡിയോട് ഭയങ്കര താല്പര്യം തോന്നി. 12th കഴിഞ്ഞപ്പം അവള് പിന്നെ കോളേജിൽ പോകണം. ഈ അഭിനയം എന്നുള്ള ഈ ടോപ്പിക്കേ വരൂല, എടുക്കുകയില്ല. എനിക്ക് അവള് തന്നെ ഇങ്ങനെ പഠിക്കാൻ വലിയ ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. ക്ലാസ്സിലൊക്കെ നല്ല മാർക്സും അത് ഇത് വാങ്ങിച്ചപ്പം അടുത്ത കോളേജ് എന്നുള്ള സ്റ്റെല്ല മെരീസ് ആണ് എൻ്റെത്. എന്നുവെച്ചാല് ഈ ചുമ്മാ പോകുമ്പോഴെങ്കിലും ഇങ്ങനെ നോക്കിക്കൊണ്ട് പോകും ഞാൻ. രാധാകൃഷ്ണൻ റോഡിൽ പോകുമ്പോ ഇങ്ങനെ നോക്കിപ്പോ എനിക്ക് ഈ കുതിരക്ക് കടിവാളം കെട്ടിയതുപോലെ ഈ സ്റ്റെല്ല മെരീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇവളാണെങ്കിൽ വെത്രാജിൽ കൊടുക്കുന്നു, വേറെ എവിടെ വൈഷ്ണവിയിൽ കൊടുക്കുന്നു. ഞാൻ പറഞ്ഞു, എവിടെയില്ല മോളെ, അവിടെ തന്നെ പോണ്ടേ. ഞാൻ അമ്മ അവിടെ എങ്ങനെ ചേർക്കും? ഞാൻ പറഞ്ഞു, അവിടെ ഞാൻ തന്നെ ചേർക്കും. ഭയങ്കര ഒരു വാശി പോലെ എനിക്ക്. ചില കൊച്ചിലേ തൊട്ട് ആ ഇതിൽ നോക്കുമ്പോൾ ഈ കോളേജിൽ വേണം, എനിക്ക് പഠിക്കാൻ പറ്റില്ല, എൻ്റെ മോളെങ്കിലും അവിടെ പഠിക്കണം എന്ന് പറഞ്ഞ ആ ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം എൻ്റെ ദൈവാദിനം കൊണ്ട് ഞാൻ ഉള്ളിൽ കയറി അവിടെ. എനിക്ക് ഹെൽപ്പ് ചെയ്തത് ചിത്ര കൃഷ്ണമൂർത്തി എന്ന് പറഞ്ഞ ഒരു പ്രൊഫസറാണ്. അപ്പം ഉള്ളിൽ കയറിയപ്പം അന്നാണ് സിനിമയോടുള്ള ബഹുമാനം എനിക്ക് തോന്നിയത്. വെച്ചാല് സിനിമ എന്നുള്ളത് എത്ര മാത്രം റീച്ച് ആവുന്നു എന്നുള്ളതിൻ്റെ ഒരു സാമ്പിൾ ആയിരുന്നു അവിടെ, എക്സാമ്പിൾ ആയിരുന്നു. ബിക്കോസ് ആ ഒരു വെൽക്കം ആയിരുന്നു അവിടെ ഉള്ളിൽ പോയപ്പോൾ. ശരിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പം എൻ്റെ അടുത്ത് പ്രിൻസിപ്പൽ ചോദിച്ചു, മോക്ക് സീറ്റ് തന്നില്ലെങ്കിൽ എന്ത് ചെയ്യും സീമ? ഞാൻ പറഞ്ഞു, ആ പുല്ലിലിരുന്ന് കൊടിയും പിടിച്ചിരിക്കും. സോ ഭയങ്കര സന്തോഷം. അന്നമ്മ ഫിലിപ്പ് എന്ന് പറഞ്ഞു നല്ല പ്രിൻസിപ്പൽ ആയിരുന്നു അവര്. അപ്പം ഞാൻ പറഞ്ഞു, അവിടെ ഇരുന്ന് കൊടി പിടിച്ചോണ്ടിരിക്കുക, എൻ്റെ മോക്ക് ഇവിടെ തന്നെ വേണം, ഞാൻ ഈ കുതിരയൊക്കെ കടിവളം കെട്ടിയത് പോലെയാണ്, ഞാൻ ഇവിടെ തന്നെ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പം ഭയങ്കര ചിരി അവര്. അപ്പം ആ സ്റ്റെല്ലയിൽ ഉള്ളിൽ കയറാൻ എനിക്ക് ഭയങ്കര എന്തൊക്കെയോ ഇമാജിനേഷനാണ്. ഞാൻ എങ്ങനെ കയറും, ഉള്ളിൽ കയറിയപ്പോൾ ഞാൻ എങ്ങനെ പിച്ച് നോക്കുന്നു, ഞാൻ ഉള്ളിൽ കയറിയോ എന്നുള്ളത്. അപ്പം അങ്ങനെ ഒരു ത്രില്ലായിരുന്നു. അപ്പം മോള് അങ്ങ് പഠിച്ചപ്പം ഈ 2 പടം അഭിനയിച്ചവള്, ഒന്ന് തമിഴ് ഒന്ന് മലയാളം. ഈ 2 പടം എൻ്റെ നോളേജിലല്ല. ഞാൻ 2 പടത്തിനും ഔട്ട്ഡോറിലായിരുന്നു. അപ്പോൾ അവള് പറഞ്ഞു, അമ്മ എന്നെ അഭിനയിക്കാൻ വിളിക്കുന്നു. അപ്പം ശശിധരൻ പറഞ്ഞു, അവളുടെ താല്പര്യമല്ലേ? ഞാൻ പറഞ്ഞു, അപ്പനുണ്ടെങ്കിൽ കൂടെ, പക്ഷെ IV ശശി എന്നുള്ള ഡയറക്ടറിനെ എടുത്ത് കളയാ, അച്ഛനാണ്, നിങ്ങൾ വേണം കൂടെ പോവാൻ, അങ്ങനെയാണെങ്കിൽ ഞാൻ സമ്മതിക്കാന്ന് പറഞ്ഞു. ആ മനുഷ്യനാണ് മോളുടെ കൂടെ പോയത്. അപ്പം അങ്ങനെ അത് എനിക്ക് ഒരു പ്രശ്നമില്ല. ചില അച്ഛൻ കൂടെ ഉണ്ട്, എനിക്കെന്ത് പ്രശ്നം, എനിക്ക് ഒരു കുഴപ്പമില്ല. അപ്പൊ 2 പടം കഴിഞ്ഞപ്പോ അവള് മലയാളം കഴിഞ്ഞപ്പോ അവള് പറഞ്ഞു, മനസ്സിലായി അവൾക്ക്. അല്ലല്ല, അവള് ഇല്ലെങ്കിലും അത്ര ഒരു എനിക്ക് ഭയങ്കര പഠിത്തത്തിനോടുള്ള ഒരു ഇത്. അപ്പോഴത്തേക്കും her mind went into വെരി ഗുഡ്. പോയി MBA എടുക്കാൻ പോയി പഠിക്കുന്നു. എന്റെ ആഗ്രഹം സഹിച്ചു. അതുപോലെ മോനെ പണ്ട് മോന്റെ അടുത്തും പറഞ്ഞു, ആദ്യം പഠിത്തം, പിന്നീട് അവനും ആഗ്രഹമുണ്ടോ? അവൻ എന്തൊക്കെയുണ്ട്, അവൻ ഇപ്പോഴേ കഥയൊക്കെ എഴുതിക്കൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞു, എന്തുവാടേ? അമ്മ സ്റ്റോറി നൈറ്റൊക്കെ ഇരുന്ന് എഴുതിക്കൊണ്ട്, അവന് സൂപ്പർ, അപ്പനൊക്കെ കറക്റ്റായിട്ട് ജനിച്ചിരിക്കുന്നു. അങ്ങനെയാണ്. ഇപ്പൊ ഈ ഒരു 2 ജനറേഷൻ ഹീറോസിനെ കണ്ടിട്ടുണ്ടല്ലോ.
ജയനുമായിട്ടും അഭിനയിച്ചിട്ടുണ്ട്, പിന്നെ നസീർ സാറുമായിട്ടും അഭിനയിച്ചിട്ടുണ്ട്. ദെൻ അഗെയിൻ മമ്മൂട്ടി ആൻഡ് മോഹൻലാൽ ആൻഡ് അഗെയിൻ ദി യങ്ങർ ജനറേഷൻ. ഇത്രയും ഹീറോസിനോടൊപ്പം അഭിനയിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട നായകൻ ആരാണ്? ഇത് എന്തിനാണ് ആവശ്യമില്ല, എല്ലാവരും ഇഷ്ടമാണ് പോരെ. ശരി, ഞങ്ങളുടെ ഒരു ചെറിയ ഒരു റാപ്പിഡ് ഫയർ റൗണ്ട് മാതിരി ഒരു റൗണ്ട് ഉണ്ട്. ഞാനൊരു ആളിന്റെ പേര് പറയും, അതില് ചേച്ചിക്ക് ഉടനെ തോന്നുന്ന റിയാക്ഷൻ എന്താണ്? ഒറ്റ വാക്കില്, പറ്റിയാലും ഒറ്റ വാക്കില് അല്ലെങ്കിൽ 2 വാക്കില് പറയാൻ പറ്റുമോ എന്ന് നോക്കിക്കോളൂ. ഓക്കെ? ശ്രീദേവി. അയ്യോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഷീലാമ്മ. ഷീലാമ്മനെ ഇഷ്ടമാണ്. ശാരദാമ്മ. റിയാക്ഷൻ എന്താണ്? എന്താണ് അവരോട് തോന്നുന്നത്? ബ്യൂട്ടിഫുൾ ഓർ ടാലന്റഡ് അങ്ങനെ ഉണ്ടാവില്ലേ? അവരെ പറ്റിയുള്ള ഒരു ഒപ്പീനിയൻ. ശാരദാമ്മയൊക്കെ ഭയങ്കര ബഹുമാനമാണ്, വളരെ ഒരു ഭയങ്കര റെസ്പെക്റ്റ് ആണ്. ശ്രീവിദ്യ. വിദ്യേച്ചി ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. ആസ് എ പേഴ്സൺ ആൻഡ് ആർട്ടിസ്റ്റ്. യെസ്, ഓഫ് കോഴ്സ്. ലക്ഷ്മി അമ്മ. അതന്നെ. ഇപ്പോഴത്തെ ഹീറോയിൻസ് കാണുമ്പോ ഉർവശി. അയ്യോ, ഉർവശിയൊക്കെ ആർട്ടിസ്റ്റ് ഞാൻ കാണാറില്ലല്ലോ, അവളൊക്കെ എൻ്റെ സിസ്റ്റേഴ്സ് അല്ലേ. മഞ്ജു വാര്യർ. അതെ, മഞ്ജു വാര്യർ ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക്. അവർ അഭിനയം നടത്തിയപ്പോൾ ഭയങ്കര ഒരു ഫീലിംഗ് ആയിരുന്നു. ചേച്ചിക്ക് തന്നെ അങ്ങനെ തോന്നിയില്ലേ? തോന്നി. ഫുൾ കേരളം അങ്ങനെ. ബ്യൂട്ടിഫുൾ ആയിരുന്നു, ബ്യൂട്ടിഫുൾ ആയിരുന്നു അവൾ. നവ്യ നായർ. നവ്യ നായരിനെ ഞാൻ ഒറ്റ പടേ കണ്ടിട്ടുള്ളൂ, നന്ദനം എന്ന് പറഞ്ഞ പടം. അപ്പം എൻ്റെ ആയിരുന്നു മൗത്ത് ടോക്ക് എല്ലാവരുടെ അടുത്തും, നന്ദനം കാണണം, നന്ദനം കാണണം, നന്ദനം ഇസ് എ വെരി ഗുഡ് മൂവി. റിലീസിന് മുമ്പ് രഞ്ജിത്ത് ഇട്ടപ്പോൾ. ഇപ്പൊ ചേച്ചി ഒരു ആദ്യം വന്നപ്പോ ചേച്ചി കുറേ സീനിയർ ആർട്ടിസ്റ്റിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടാവും ആ സമയത്ത്. ഇപ്പൊ നോക്കുമ്പോ നമ്മളൊരു സീനിയർ ആർട്ടിസ്റ്റ് ആയി. അല്ല, എനിക്ക് അങ്ങനെ തോന്നാറില്ല. അവരുടെ കൂടി തന്നെ ഇതായി പോയാൽ ശരിയാവും, കുഴപ്പമില്ലല്ലോ. നമ്മളിങ്ങനെ ഒരു ബന്ധയില് മസിൽ പിടിച്ചിരിക്കുമ്പോഴാണ് നമുക്കൊരു പോസ് തോന്നുന്നത്. അങ്ങനെ അതിന്റെ ആവശ്യമില്ല, അവരുടെ കൂടെ തന്നെ ജോയിൻ ചെയ്താലുണ്ടല്ലോ, ഒരു പ്രശ്നവുമില്ല. ഹായ് ബൈ.